ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ്മ അബ്രഹാം. വളർച്ച, ജനപങ്കാളിത്തം, വികസനം എന്നിവയിലൂന്നി ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ യുവശക്തി ബജറ്റ്. അടിസ്ഥാന സൌകര്യ വികസനത്തിന് 12.2 ലക്ഷം കോടി, ധനകമ്മി 4.5% കുറയ്ക്കും. ഇന്ത്യ 2.0 സെമി കണ്ടക്ടർ ദൌത്യത്തിന് 40,000 കോടി. AI പ്രോത്സാഹനത്തിന് പ്രത്യേക പദ്ധതി. ഡാറ്റാ സെന്റർ കമ്പനികൾക്ക് 2047 വരെ നികുതി ഇളവ്. 200 പഴയ വ്യവസായശാലകൾ പുനരുജ്ജീവിപ്പിക്കാൻ പ്രത്യേക പദ്ധതി. ബയോഫാർമ ഉത്പാദന പദ്ധതിക്ക് 10,000 കോടി വകയിരുത്തി. പ്രമേഹം, ക്യാൻസർ അടക്കമുള്ള മരുന്നുകളുടെ തീരുവ ഒഴിവാക്കി. എല്ലാ ജില്ലകളിലും വിദ്യാർത്ഥിനികൾക്കായി ഹോസ്റ്റൽ സ്ഥാപിക്കും. വനിതാ ശാക്തീകരണത്തിനായി ഷീമാർട്ടുകൾ. കേരളമടക്കം 4 സംസ്ഥാനങ്ങളെ ബന്ധിപ്പിച്ച് പുതിയ ധാതു ഇടനാഴി. തെങ്ങ് കൃഷിയെ പരിപോഷിപ്പിക്കാൻ നാളികേര വികസന പദ്ധതി. കർഷകർക്കായി AI വിസ്താർ. ഏപ്രിൽ 1 മുതൽ പുതിയ ആദായനികുതി നിയമം നടപ്പാക്കും. വാഹനാപകട നഷ്ടപരിഹാര തുകയ്ക്ക് നികുതി ഒഴിവാക്കി. വിദേശയാത്രാ നികുതി 2% കുറച്ചു. 3 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം കേരള നിയമസഭാ സമ്മേളനം നാളെ പുനരാരംഭിക്കും.